ക്യാവറ നമസ്കാരം. ഇത്തവണ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. കൂട്ടുകാരുടെ കൂടെ ഒരു ചെറിയ ഓണം ആഘോഷിക്കാനും ന്യൂസിലൻഡിലെ ഫേമസ് ബീച്ചായ റുവക്കക്ക ബീച്ച് കാണാനുമാണ് ഇന്നത്തെ യാത്ര. രാവിലെ ഒരു മലയാളി കടയിൽ നിന്ന് സദ്യയൊക്കെ മേടിച്ചു. ഹെവൻ ഇന്ത്യ കിച്ചൺ എന്നാണ് അതിൻ്റെ പേര്. ഇനി നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന അക്കോമഡേഷനിലോട്ട് പോകണം. അത് ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട്. ഇവിടെ പോയി നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ ചെറിയ ഓണം ആഘോഷിക്കാൻ പോവാണ്. പല വണ്ടികളായിട്ട് കൂട്ടുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. വണ്ടി ഓടിക്കുന്ന അപ്പോൾ കേട്ടോ. ഇത് മുഴുവൻ സദ്യയാണ്. ഓരോ പാക്കറ്റുകളിലായിട്ടാണ് സദ്യ. ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ പാക്കറ്റുകൾ. ഓണം ആഘോഷിക്കാൻ എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒത്തുകൂടുന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഓണം അതിനൊരു ചാൻസ് ഉണ്ടാക്കി തന്നു. റുവക്കക്കയിൽ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ തിരക്കും ജോലി തിരക്കും കാരണം വല്ലപ്പോഴുമാണ് ഇവരെയൊക്കെ കാണുന്നത്. നമ്മൾ പുറത്തുള്ളവർക്ക് കൂട്ടുകാരൊക്കെ അല്ലേ ഉള്ളൂ. ഇത് കൈവാക്ക എന്നുള്ള ടൗണാണ്. ഇവിടുന്നൊരു 1 മണിക്കൂറൊക്കെ കാണും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. നമ്മൾ ഓക്ലൻഡിൽ നിന്ന് റുവക്കക്ക വരെയാണ് പോകുന്നത്. ഇത് അടിപൊളി സ്ഥലം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് കൈവാക്ക. ദൂരെ മലകളും നല്ല പച്ച പുൽമേടുകളും കുറച്ച് ചെറിയ അരുവികളും ഒക്കെ ഉള്ളൊരു ന്യൂസിലൻഡിലെ ചെറിയ ഗ്രാമം. ഓണം എല്ലാവർക്കും സ്പെഷ്യലാണ്. എന്നാൽ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു ജെനുവിൻ ഓണം ഫീലിംഗ് ഉണ്ടല്ലോ, അതെവിടെയോ നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നാറുണ്ട്. അത് എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നത് എന്നെനിക്കറിയത്തില്ല. പണ്ടൊക്കെ നാട്ടിൽ ഓണസമയത്ത് നാടും വീടും പ്രകൃതിയും എല്ലാം ഓണത്തിന് നാച്ചുറലായിട്ട് റെഡിയായിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ റുവക്കക്കയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട് കണ്ടുപിടിക്കണം. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. റുവക്കക്കയിൽ എത്തിക്കഴിഞ്ഞു. ബീച്ചിലേക്കുള്ള റോഡിലൂടെയാണ് യാത്ര. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതൊരു ചെറിയ അരുവിയെ മുറിച്ച് കിടക്കുന്ന പാലമാണ്. അതിനു മുന്നിലുള്ള സൈൻ ബോർഡ് ശ്രദ്ധിക്കണം. എതിരെ വരുന്ന വണ്ടി പാലം കടന്ന് പോയിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ പോയിട്ട് എതിരെ വരുന്ന കാറിന് പോകാൻ പറ്റുള്ളൂ. ഇത് ശ്രദ്ധിച്ചാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. ഇതൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ്. അനേകം ക്യാമ്പിംഗ് വാഹനങ്ങളുമായി ആളുകൾ ഇവിടെ വന്ന് ദിവസങ്ങളോളം ചിലവഴിക്കും. കൂടുതലും പഴയ വീടുകളാണ് ഇവിടെ, എന്നാൽ ഭംഗിയുള്ള വീടുകളാണ്. ചിലതൊക്കെ ലക്ഷൂറിയസ് വീടുകളും ഉണ്ട് കേട്ടോ. കൂടുതലും പ്രായമുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഈ ബീച്ച് ടൗണിൽ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തി. ഈ നമ്പർ ലോക്കുള്ള ബോക്സിൽ നിന്നും കീ കിട്ടി. ഇനി വീടിൻ്റെ കാഴ്ചകൾ കാണാം. എയർബിഎൻബി എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ വീട് ഗോവിന്ദ് ബുക്ക് ചെയ്തത്. ഫോട്ടോസിലൊക്കെ വീട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ഏറെക്കുറെ ന്യൂസിലൻഡിലെ ഒരു ബീച്ച് സൈഡ് വീടിൻ്റെ മാതൃകയും നമുക്ക് കണ്ടറിയാം. നല്ല ബാത്റൂം. പിറകിലൂടെയാണ് കയറുന്നത്. വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ഉണ്ട്. കടലിൽ കുളിച്ചിട്ട് വന്നിട്ട് തുണി അലക്കി ഉണക്കാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു ബെഡ്റൂമുണ്ട്. ആർട്ട് വർക്കൊക്കെ ഉണ്ട് ഇതിൽ. ഇത് കിടിലം വ്യൂ ഉള്ള സെക്കൻഡ് ബെഡ്റൂം. നല്ല ഭംഗിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലും ആർട്ട് വർക്കുണ്ട്. കടലും ആകാശമൊക്കെ കണ്ട് ചില്ല് ചെയ്ത് ഉറങ്ങാൻ പറ്റിയ റൂം. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അടിപൊളി വ്യൂ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. വലിയ വിൻഡോകളും നല്ല സ്പേസും ഒക്കെയായി കോസ്റ്റൽ ഇൻറ്റീരിയർ ഡിസൈനാണ് വീടിനുള്ളത്. വൈറ്റ്, ബീച്ച് വുഡ്, സോഫ്റ്റ് ബ്ലൂ എന്നിങ്ങനെയാണ് കളർ പാറ്റേൺസ്. പിന്നെ നാച്ചുറൽ എലമെൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു കിഡിലൻ അറ്റ്മോസ്ഫിയറാണ് ഈ വീടിന്. ഇത് കിച്ചൺ ഏരിയ ആണ്. നാട്ടിലെ പോലെ അല്ലല്ലോ പുറത്ത്. കിച്ചണും ഹാളും എല്ലാം ഒരുമിച്ചാണ്. നമുക്ക് അകത്തേക്ക് നടക്കാം. വീണ്ടും ആർട്ട് വർക്കുകൾ. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതും ബീച്ചിലേക്ക് നോക്കി കിടക്കാൻ പറ്റിയതാണ്. കിടിലം വർക്ക് തന്നെ. എല്ലാവർക്കും ആവശ്യമുള്ള ടവൽസും ഓരോ റൂമിലും വെച്ചിട്ടുണ്ട്. ഇത് വീണ്ടും കണ്ണാടി. ഒരുപാട് കണ്ണാടി ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ബാത്റൂം. ആർക്കെങ്കിലും ഒളിച്ചിരുന്ന ബാത്റൂമിൽ പോകാൻ പറ്റിയ സ്ഥലമാണ്. കുളിമുറിയാണ്. ചെറിയ സെറ്റപ്പാണത്, പക്ഷേ നല്ല ഭംഗിയുണ്ട്.
4ാമത്തെ ബെഡ്റൂമാണിത്. 5ാമത്തെ ബെഡ്റൂം നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മുന്നിലേക്ക് പോകാം. ഇവിടെ ഉള്ളവർ ഇങ്ങനെയുള്ള നല്ല ലൊക്കേഷനുകളിൽ വീടുകൾ റെൻറ്റിന് കൊടുക്കും. അതൊരു നല്ല ബിസിനസ്സാണ്. ഒരു നൈറ്റ് തന്നെ ഇന്ത്യൻ റുപ്പീസ് ഒരു 50,000 അതിൽ കൂടുതലും ഉണ്ടാവും. നല്ല വരുമാനമാണ് ഇങ്ങനെയുള്ള റെൻ്റൽ ഹോംസ് ഓണറിന് കൊടുക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും രൂപ ഒരാൾക്ക് വരുന്നത്. ഇങ്ങനെ മുന്നിലൊക്കെ കറങ്ങി നടക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ പൂച്ച നമ്മുടെ കൂടെ കൂടി. പുള്ളി ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിരുന്ന് എന്ന് തോന്നുന്നു. കൂട്ടുകാരൊക്കെ എത്താൻ ടൈമായിട്ടുണ്ട്. ഓരോരുത്തരായി വന്നു തുടങ്ങി. ഇത്തവണ എല്ലാവരും ഇല്ല. പലരെയും നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഇവരൊക്കെ അല്ലേ ഉള്ളൂ ഫാമിലിയായിട്ട്. എന്നാലും ഇത്രയും പേരെങ്കിലും ഉണ്ടല്ലോ എന്ന സന്തോഷവും നമുക്കുണ്ട്. എല്ലാവരും വിശന്നെത്തിയതുകൊണ്ട് നേരെ സദ്യയിലേക്കായി നമ്മുടെ കണ്ണ്. കടയിൽ നിന്നും മേടിച്ച സദ്യ ആയതുകൊണ്ട് ഒരുപാട് ചെറിയ പാത്രങ്ങളിലാണ് സദ്യ വന്നത്. അതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ വളരെ എളുപ്പമായിരുന്നു. സദ്യ വന്നതിൻ്റെയും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെയും സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഇനി കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. കൂട്ടുകാർ കൂടിച്ചേരുമ്പോൾ ഏറ്റവും ഫണ്ണായിട്ടുള്ള പാർട്ട് ഇങ്ങനെ എല്ലാവരും സംസാരിച്ചിരിക്കുന്നതാണല്ലോ. കളിയും ചിരിയും കളിയാക്കലും ഒരുപാട് കഥകളും. പലതും ഒരു 100 വട്ടം പറഞ്ഞത് തന്നെ ആകും. എന്നാലും ബോറടിക്കത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചു നേരം ചില്ല് ചെയ്യാം. പിന്നെ ബീച്ചിലും കറങ്ങാനും പോകണം. നല്ല അടിപൊളി ബീച്ചാണ്. ഇവിടുന്ന് നമുക്ക് 2 ഷിപ്പ് കാണാനുണ്ട്. എല്ലാവരും ബീച്ചിലേക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞു. കൂട്ടുകാരുടെ കൂടെ കൂടുന്നത് എപ്പോഴും സ്പെഷ്യലാണല്ലോ. അത് പുറത്താണേലും നമ്മുടെ നാട്ടിലെ കൂട്ടുകാരുടെ കൂടെ ആണേലും അത് സ്പെഷ്യലാണ്. പലപ്പോഴും ഒരുമിച്ച് പോകുന്ന സ്ഥലമോ സെറ്റിങ്സോ മാത്രമല്ല അതിനെ സ്പെഷ്യലാക്കുന്നത്. അത് പങ്കിട്ട നിമിഷങ്ങളും പൊട്ടിച്ചിരികളും ഓരോ തമാശ കഥകളും എല്ലാം കൂടെയാണ്. ജീവിതത്തിലെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാനും പരസ്പരം സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ഒത്തുചേരുന്നു. നമുക്ക് ചിലരുടെ പ്രസൻസ് തന്നെ ഒരു കംഫർട്ടല്ലേ. ജീവിതം എത്ര തിരക്കുള്ളതോ കോംപ്ലിക്കേറ്റഡോ ആയാലും ഇടയ്ക്കുള്ള ഈ ഒത്തുചേരലുകൾ നമ്മളുടെ ദിവസങ്ങൾ ബ്രൈറ്റാക്കും. നാട്ടിലെ കൂട്ടുകാരെയും ഞാനിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. തിരികെ പോയിട്ട് വേണം അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പോകാൻ. റുവാക്കക്ക ബീച്ച് സമ്മറിൽ നല്ല തിരക്കുള്ള ബീച്ചാണ്. ഇന്ന് മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. ഇവിടുത്തെ ബീച്ച് കമ്മ്യൂണിറ്റി നല്ല ശക്തമാണ്. സർഫിങ്ങിനും ഫേമസ് ആണ് ഈ ബീച്ച്. എല്ലാവരും ബീച്ചിലേക്ക് ഓടിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ കളിക്കാം. ബീച്ചിലെത്തിയ ഉടൻ തന്നെ എല്ലാവരും ഓരോരോ കളികളിലേക്ക് മുഴുകിയിരിക്കുന്നു. ഒട്ടും ആഴമില്ലാത്ത ബീച്ചാണ്. നല്ല തെളിഞ്ഞ വെള്ളവും നല്ല തണുത്ത വെള്ളമാണ്. കടലിൽ നീന്താനുള്ള പേടിയുള്ളതുകൊണ്ടും പിന്നെ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും ഒരുപാട് ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. തണുപ്പ് കൂടിയിരിക്കുന്നു. പിന്നെ എല്ലാവരും ടയർഡായിട്ടുണ്ട്. അതുകൊണ്ട് പതിയെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നല്ല കിടിലൻ ലൊക്കേഷൻ തന്നെ. സമ്മറിൽ ഇവിടെ വന്നാൽ സൂപ്പറാണ്. പുറത്ത് കുളിച്ചിട്ട് കയറാൻ ഒരു ഷവറും ഉണ്ട്. അതിൽ ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് ഇപ്പം അത് കയറാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. കുളിച്ച് റെഡിയായി കഴിഞ്ഞ് പതിയെ ബാർബിക്യൂ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ടീം അകത്തും ഒരു ടീം പുറത്തും കുക്കിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡാൻസും പാർട്ടിയും പറയണ്ടല്ലോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റുള്ള കഥ പറച്ചിലും കളിയാക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു ചായ അല്ലെ കോഫിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വൈബുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അടിപൊളി.
കുറച്ച് നേരം ഇവിടെ പുറത്തൊക്കെ നിന്ന് പാട്ട് കേട്ട് റിലാക്സ് ചെയ്തു. പിന്നെ കുറച്ച് ക്ലീനിങ്ങും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കും. സ്റ്റേ ചെയ്യുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കഫേ ഉണ്ട്. അത് മെയിൻ ബീച്ചിൻ്റെ മുന്നിൽ തന്നെയാണ്. എല്ലാവരും എത്തി. ഫുഡ് ഓർഡർ ചെയ്തു. കഴിക്കാനായി സ്ഥലം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് ഐറ്റംസ് ഓരോന്നായി വരാൻ തുടങ്ങി. എല്ലാം നൈസായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ലല്ലോ. ഫുഡൊക്കെ അടിച്ച് തിരിച്ചു പോകുന്നതിന് മുന്നേ ബീച്ചൊന്ന് കണ്ട് റിഫ്രഷ് ആകാമെന്ന് കരുതി പ്രധാന ബീച്ചിലേക്ക് നടന്നു. രാവിലെ നടക്കാനിറങ്ങിയ ഒരു അങ്കിൾ ഇവിടെ ഇൻഫർമേഷൻ ബോർഡൊക്കെ കട്ടക്കി വായിച്ച് നിൽക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തെക്കാട്ടിലും ആളുകൾ ഇവിടെ ഉണ്ട്. ഇന്ന് മഴക്കോളുണ്ട്. അതാണ് പലരെയും പുറത്ത് കാണാത്തത്. മടുക്കാത്തൊരു കാഴ്ച തന്നെയാണിത്. സമ്മറിൽ ഒന്നുകൂടി ഇവിടെ വരണം. നല്ല ക്ഷീണമുണ്ടെങ്കിലും ഒരു അടിപൊളി ഓണം ആഘോഷിച്ചതിൻ്റെയും കൂട്ടുകാരുടെ കൂടെ ഒരു കിടിലം ട്രിപ്പായതിൻ്റെയും സന്തോഷമുണ്ട്. ആ സന്തോഷം ഇനി കുറച്ച് ദിവസത്തേക്ക് ഹാങ് ഓവർ പോലെ ഉണ്ടാകും. ഇനി വീണ്ടും ഇതിൽ കൂടുതലും കൂട്ടുകാരെയും കൊണ്ട് ഒരു ട്രിപ്പ് പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി.